സ്കൂളിൽ പോയാ നിറയെ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അവിടെ പോയാലേ ഞാൻ പറയട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. കാലത്തിന് ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. അന്ന് അയിനുവിനെ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അയിനുവിൻ്റെ ബുക്സും യൂണിഫോമും സ്കൂളിൽ നിന്ന് കിട്ടുകയാണ്. അത് അയിനുവിൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അയിനു സ്കൂളിൽ പോയില്ല എന്നുള്ള ഒരേ വാശിയിലായിരുന്നു. ഈ ബൗൾ വന്നിട്ട് നമ്മുടെ ഓവനിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗളാണ്, ചൂടാക്കാനൊക്കെ. ഇക്കാൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതല്ല രസം, എന്തിനാ ഗിഫ്റ്റ് തന്നത് ചോദിച്ചപ്പോൾ ചുമ്മാതാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വീട്ടിൽ ഓവൻ ഇല്ലാത്ത കാരണം ആ പരിപാടി നമുക്ക് നടക്കില്ല, ഓവനിൽ വെച്ച് ചൂടാക്കൽ. അല്ലാതെ നമുക്ക് കറിയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വിളമ്പി വയ്ക്കാൻ നല്ല അടിപൊളി ഒരു ബൗളാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ പണികളും നടക്കുന്നുണ്ട് അന്നത്തെ ദിവസം. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ബാക്കിൽ നമ്മൾ തുണിയൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കാർ പോർച്ചിനും നമ്മൾ ഷീറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മഴ തുടങ്ങാനായപ്പോൾ ഞങ്ങളത് ആ ടൈം നോക്കിയിട്ട് വേഗം ഇട്ടു. അങ്ങനെ അയിനു റെഡിയായി വെളിയിലിറങ്ങി. ഇതുവരെ അയിന് സ്കൂളിലേക്കാണ് പോകണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ പോണ വഴി അവന് കണ്ട വേഗം മനസ്സിലാവും, അത് സ്കൂളിൽ പോണ വഴി വേഗം അതൊക്കെ നോട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ നല്ല സ്റ്റൈലിൽ ക്യാപ്പൊക്കെ ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് വണ്ടിയിലൊക്കെ കയറി. എങ്ങോട്ടാണെന്ന് പറയുമ്പോഴാണ് ഒരംഗം. വണ്ടിയിലിരുന്ന് സ്കൂൾ എത്തുന്നത് വരെയും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സ്കൂൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും സ്കൂളിലേക്ക് വന്നതും. അവിടെ വന്നപ്പോൾ എല്ലാ ആംബിയൻസൊക്കെ ഒന്ന് കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ മുഖം ഒന്ന് ചിരിച്ചു കണ്ടു. കുറേ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു യൂണിഫോമും ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം അതിനൂടെ ക്ലാസ് കാണിച്ചു കൊടുത്തു. ഇപ്പോഴും അതിനൊന്ന് ഐഡിയ ഇല്ല എന്താണ് സ്കൂള് എന്നുള്ളത്. ഫുൾ ടൈം എന്നെ ഒരു 3:30 വരെ എന്നെ കാണാതിരിക്കുന്നുള്ള ഒരു ഐഡിയയും അതിനോന് ഇപ്പില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ പോയ ടൈമിലൊക്കെ അതിനോന് ടീച്ചേഴ്സ് യൂണിഫോമും ബുക്സൊക്കെ കൊടുത്തു. അതെല്ലാം വാങ്ങിച്ചിട്ട് അതിനൊന്ന് ക്ലാസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കും ഉള്ളത്. ഇഷ്ടമായിരുന്നു കേട്ടോ ഈ പാർക്ക്. ഇവിടെ കളിക്കാൻ ഭയങ്കര വരണമെന്നേ ഇല്ല. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് പിടിച്ചു വെച്ചിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അതിനോട് ഇത് വീട്ടിൽ ഉപ്പാനും ഉമ്മാനും കാണിക്കാൻ വേണ്ടി ഭയങ്കര ത്രില്ലടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. വേഗം പോയ വഴിക്ക് ഉപ്പാക്കൊക്കെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്ത് എങ്ങനെയുണ്ട് എൻ്റെ യൂണിഫോമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്സ് എല്ലാം അവരുടെ ചുറ്റും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയിനുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അയിനു നേരെ ട്രെയിൻ പോലെ കുറേ ഇങ്ങനെ വരിയായി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബുക്കൊക്കെ നല്ല രീതിയിൽ വെച്ച് ഇങ്ങനെയല്ല കേട്ടോ, കറക്റ്റായി വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു. അതിനോട് യൂണിഫോം കറക്റ്റാണോ എന്നുള്ളത് സ്കൂളിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്തു. അതിനോട് യൂണിഫോം ഇട്ട് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കറക്റ്റ് അളവായിരുന്നു, കറക്റ്റ് സൈസായിരുന്നു. ആദ്യമായിട്ട് ഇടുമ്പോൾ അതെല്ലാ അമ്മമാർക്കും അങ്ങനെയാണല്ലോ. നമ്മൾ കുട്ടികൾ ആദ്യമായിട്ട് യൂണിഫോമൊക്കെ മാറ്റുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം ഉണ്ടാകും. അപ്പോൾ ആൾ ബുക്ക് തലയിൽ വെച്ചിട്ട് ബുക്ക് വേണോ എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ നടക്കലായിരുന്നു. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി അതിനൂനെയും കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് തൃശ്ശൂർക്കായിരുന്നു. തൃശ്ശൂർ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ പോകുമ്പോൾ നോക്കുമ്പോൾ നല്ല കട്ട ട്രാഫിക്കും കിട്ടി. കുറേ സമയം അവിടെ തന്നെ ഞങ്ങൾക്ക് പോയി. നേരെ പോയത് തൃശ്ശൂരുള്ള ഒരു മാളിലാണ്, പേര് എനിക്ക് മറന്നുപോയി. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സെക്ഷൻ ഉണ്ടായിരുന്നു, ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഐറ്റംസ് കൊണ്ട് കളിക്കാൻ. അതിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണത്. അവരത് ക്ലോസ് ചെയ്ത് പോകുന്നത് വരെ അതിന് ഫുൾ ടൈം അവിടെ കളിയായിരുന്നു.
നിറയെ കുട്ടികളുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് പിന്നെ കൂടുതലും കുട്ടികളായിട്ട് വരുന്നൊരു സ്ഥലവും കൂടിയാണല്ലോ മാള്. അപ്പോൾ അതിന് കുറേ നേരം കളിച്ച ആൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം.